എൻ്റെ പ്രിയ ദൈവമക്കളെ, വീണ്ടെടുപ്പിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഇരട്ട ഉദ്ദേശമുള്ള ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെ കാതലായ വാക്യം ഇന്ന് നമുക്ക് ശ്രവിക്കാം. തീത്തോസ് എഴുതിയ ലേഖനം 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ക്രീറ്റിലെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ വിവിധ ഗ്രൂപ്പുകളെ എങ്ങനെ നയിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ആദിമ സഭയിലെ നേതാവായ തീത്തോസിന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണിത്. ഈ അധ്യായം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലും വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വ്യത്യസ്ത ജനസംഖ്യ ശാസ്ത്രങ്ങളെ അവരുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നിർദ്ദേശിക്കാൻ തീത്തോസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഇരട്ട ഉദ്ദേശമുള്ള ക്രിസ്തുവിൻ്റെ ബലിമരണത്തെ കുറിച്ചുള്ള ക്രിസ്തീയ സന്ദേശത്തിൻ്റെ കാതൽ ഈ വാക്യം ഉൾക്കൊള്ളുകയാണ്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ, ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്വീകരിക്കാൻ വരുന്നതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അവൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന നാം അവൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയുടെ ഉദ്ദേശത്തെയും അവൻ്റെ യാഗമരണത്തെയും യാതൊരു വിധത്തിലും മറന്നു കളയരുത്. പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ക്രിസ്തു സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുപ്പാൻ കൂടിയാണ് അങ്ങനെ ചെയ്തത്. പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് നീക്കം വരുത്തുകയും അതേസമയം നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ആധിപത്യത്തെ കർത്താവ് നീക്കിക്കളയാതിരിക്കുകയും ചെയ്തുവെങ്കിൽ ആ രക്ഷയെ പൂർണ്ണ രക്ഷയെന്ന് ഒരു നാളും പറയുവാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. നമ്മെ സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പലപ്പോഴും നാം ഒരു പ്രത്യേക ജനതയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയല്ലെന്നു മാത്രം. നാം അവൻ്റെ മുമ്പാകെ അപരിചിതരും അന്യരുമായ ഒരു ജനതയായി ഇരിക്കുവാനല്ല, മറിച്ച് തനിക്ക് വേണ്ടി ഒരു പ്രത്യേക ജനതയായിരിക്കുവാനാണ് ക്രിസ്തു മരിച്ചത്. നാം ലോകത്തിനോ നമുക്ക് വേണ്ടി തന്നെയോ ഉള്ളവരല്ല, തനിക്ക് വേണ്ടി ഒരു പ്രത്യേക ജനമാണ്. നാം സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി ഇരിക്കേണ്ടതിന് അവൻ തന്നെത്താൻ അർപ്പിച്ചു. അവൻ്റെ നാമത്തിൽ അവൻ്റെ മഹത്വത്തിനായി സൽപ്രവർത്തികളെ ചെയ്യാനുള്ള തീഷ്ണത നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. കായിക അഭ്യാസത്തിൽ, രാഷ്ട്രീയത്തിനും കച്ചവടത്തിനുമൊക്കെ നാം കാണിക്കുന്ന തീഷ്ണത സൽപ്രവർത്തിക്ക് വേണ്ടിയുള്ള ദൈവിക പ്രേരണ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ്. പ്രായോഗിക ശുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും അതുപോലെ അപ്പോസ്തോലിക ഉപദേശത്തെ വാക്കുകളാലോ ജീവിതം കൊണ്ടോ ലംഘിക്കുന്ന ഏവരെയും ശാസിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. സ്നേഹപിതാവേ, ക്രിസ്തുവിലുള്ള നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ആഴം മനസ്സിലാക്കാനും ദൈവമഹത്വത്തിന് സംഭാവന നൽകിക്കൊണ്ട് സൽപ്രവർത്തികളിലൂടെ ആ സ്വത്വത്തിൽ ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.